ഹായ്! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മൂലി പറാട്ട, മുള്ളങ്കി പറാട്ട എന്നൊക്കെ പറയും. അതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുള്ളങ്കി തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് നല്ല കുഞ്ഞതായിട്ടുള്ള ഇതിലല്ല ചെയ്യണത്. കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ വീണോട്ടെ, കുഴപ്പമില്ല. അത് നന്നായിട്ട് ചീവി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ സാധാരണ ഉള്ളിയൊക്കെ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യലുണ്ടല്ലോ, ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെക്കലില്ലേ, അതേപോലെ ഇതിനും ചെയ്യണം. ഇതിലും ഭയങ്കര വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു വെജിറ്റബിളാണ്. അതുകൊണ്ട് ഇതും നന്നായിട്ട് ചീവി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റോളം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ച് അടച്ചു വയ്ക്കുക. അതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് ബാക്കി മസാലകളും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇതിലത്തെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പൊറാട്ട ഉരുട്ടി അത് പരത്താൻ നല്ല ബുദ്ധിമുട്ടാവും. അതാണ് ചിലർ പറയലില്ലേ, പൊറാട്ട ഉണ്ടാക്കുമ്പോൾ നന്നായി പൊട്ടി പുറത്തേക്ക് പോരാനുള്ള ചാൻസ് ഉണ്ട് പറയലില്ലേ. അത് ഇതിൽ വാട്ടർ കണ്ടൻറ് ഉണ്ടായിട്ടാണ്. പിന്നെ മൂലി പൊറാട്ട ഞാൻ ഇതിൽ നേരിട്ടിട്ട് ഈ പച്ചക്ക തന്നെയാണ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കണം. 2 രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ഇത് ചിലർ പാനിലിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടും ഉണ്ടാക്കും. അതായത് നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉണ്ടാക്കില്ലേ, ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി മസാലപ്പൊടികൾ എല്ലാം ഇട്ടതിന് ശേഷം ഉണ്ടാക്കും. ഇത് ഞാൻ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും സ്പീഡായിട്ടും ടേസ്റ്റായിട്ടും ഉണ്ടാക്കേണ്ട ഒരു രീതിയാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ അത് അടച്ചു വെച്ചു. ഈ നേരം കൊണ്ട് അത് 15 മിനിറ്റ് മതി. അതിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് പിഴിഞ്ഞ് നന്നായി മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പരത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേത് ഇത് ഒട്ടിപ്പിടിക്കാനും പുറത്തേക്ക് ആ മസാലകൾ പൊട്ടിപ്പോരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ആലുവിൻ്റെ അല്ലെങ്കിൽ കോളിഫ്ലവർ, ഉള്ളി, പനീർ ഇതിൻ്റെയൊക്കെ പറാട്ടാസല്ലേ അധികവും പരീക്ഷിക്കുക. അപ്പം ഇനി മുള്ളങ്കി വാങ്ങിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. റാഡിഷ്, പിന്നെന്താ മൂലി എന്നൊക്കെയാണ് ഹിന്ദിയിൽ മൂലി എന്നാണ് പറയുക. മൂലി പൊറാട്ട കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഒരു തൈരും അച്ചാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഒരു നേരത്തെ ഫുഡ്. പിന്നെ ഭയങ്കര ഫില്ലിങ്ങാണ്. ഒരു പൊറാട്ടയൊക്കെ കഴിക്കുമ്പോഴേക്ക് തന്നെ നല്ല വയറ് നിറയും. അങ്ങനെയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാ ഫുള്ള് വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്തു. ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയണില്ല കേട്ടോ. ഇത് നമ്മൾ ആട്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആട്ടയിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഉപ്പ് പിഴിഞ്ഞ് വെച്ചതിന് ശേഷമല്ലേ, അപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്കുള്ള ഗോതമ്പ് മാവ് നമ്മൾ കുഴച്ചെടുക്കണം. കുറച്ചും കൂടി വെള്ളം ചേർക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളവും നമ്മൾ വേസ്റ്റാക്കി കളയില്ല. അപ്പോൾ ഞാൻ 2 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കണത്. ഇതിലൊരു 6-7 ഉരുള നമുക്ക് കിട്ടും. അതായത് പൊറാട്ട കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പും പിന്നെ ഇപ്പിട്ടത് അയമോദകമാണ് കേട്ടോ. അയമോദകം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം ഇട്ടോളൂ. എന്താ വെച്ചാൽ ഈ മൂലി, അതായത് ഈ മുള്ളങ്കി കുറച്ച് ആസിഡിക് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയമോദകവും ഉപ്പും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം റിഫൈൻഡ് ഓയിൽ അത് ചേർത്തിട്ട് ആദ്യം നന്നായി ആട്ടയിൽ നന്നായി ഒന്ന് എല്ലായിടത്തേക്കും ആ എണ്ണമയവും ഉപ്പൊക്കെ ആവാൻ വേണ്ടി ഒന്ന് കൈകൊണ്ട് നന്നായി പിശകിയെടുക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ ഈ മൂലി പിഴിഞ്ഞ് വെച്ചില്ലേ, ആ വെള്ളം ചേർത്തിട്ട് അതും എല്ലായിടത്തേക്കും ആവത്തക്ക രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. അതിന് ശേഷം സാധാരണ നമ്മുടെ വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ്, ചൂടുവെള്ളമൊന്നും എടുക്കണ്ട. ആ വെള്ളം എടുത്തിട്ട് നന്നായി കുഴച്ചിട്ട് ഇത് നമ്മൾ കുഴച്ച് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അതൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. അടച്ചിട്ട് നമുക്ക് അപ്പോഴേക്കും നമ്മുടെ മറ്റേ മൂലി റാഡിഷ് ഉണ്ടല്ലോ, അത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. അത് അപ്പോഴേക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മുകളിൽ കുറച്ച് എണ്ണ തടവി വയ്ക്കാം, അത് ഡ്രൈ ആയി പോവില്ല അതിന് വേണ്ടി. പിന്നെ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച മൂലി അല്ലെങ്കിൽ മുള്ളങ്കിയിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് നന്നായി ചെറുതായി അരിയണം കേട്ടോ, നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. പിന്നെ നല്ലോണം ഒരു 2 ടീസ്പൂണും പച്ചമുളക് കൊത്തി അരിഞ്ഞത് എല്ലാം കൊത്തി അരിയണം. പിന്നെ മല്ലിയില ഒരു പിടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇതിലേക്കും കുറച്ച് അയമോദകം, കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂൺ അയമോദകം ഇടുന്നുണ്ട്. അതിടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പും
പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചാട്ട് മസാല ഇട്ടിരുന്നു കേട്ടോ. ചാട്ട് മസാല ഇട്ടിരുന്നു. പിന്നെ ആംചൂർ പൗഡർ ഉണ്ടല്ലോ, പച്ചമാങ്ങയുടെ പൊടി, അത് നല്ല ഇതിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, ആംചൂർ പൗഡർ പറഞ്ഞിട്ട്, അതും ഇടുന്നുണ്ട്. അത് മിസ്സായി പോയി വീഡിയോ, അത് ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർക്കാം. ചാട്ട് മസാല ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണ്ട, സ്കിപ്പ് ചെയ്യാം. പക്ഷെ എന്തായാലും ആംചൂർ പൗഡർ ചേർക്കണം കേട്ടോ. അതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്ത് അവിടെ വെച്ചു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉരുളകൾ ആദ്യം തന്നെ ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 6-7 എണ്ണം കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്, അത് പിന്നെ പൊറാട്ട ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് നല്ലോണം നിറച്ച് നന്നായി അമർത്താതെ വേണം പരത്തിയെടുക്കാൻ. ഒന്ന് നമ്മൾ ഫുള്ള് ശക്തി വെച്ചിട്ട് പരത്തരുത്, അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നല്ല ഒരു മയത്തിൽ അരികിൽ കൂടെ നടുക്ക് നന്നായി പ്രസ് ചെയ്ത് നമ്മൾ പരത്തരുത്. അങ്ങനെ അരിക് ഇങ്ങനെ നീട്ടിയിട്ട്, പിന്നെ സാധാരണത്തെ ചപ്പാത്തിയിൽ അങ്ങനെ വലിപ്പത്തിലല്ല ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഉരുള കുറച്ച് വലുതാക്കിയാലും ആ ഒരു വലിപ്പം വരില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കുമ്പോൾ നമുക്ക് നന്നായി പരത്തി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് നന്നായി ഫില്ല് ചെയ്ത്, അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ, റെസ്റ്റോറൻറ്റിൻ്റെക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വേണിച്ചാൽ മല്ലിയിലയുടെ നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ല ചട്നി വേണിച്ചാൽ ഉണ്ടാക്കാം. അതിലും എളുപ്പത്തിൽ അച്ചാറും നല്ല കട്ടത്തൈരും ഒരു സാലഡും വെച്ച് കഴിച്ചാലും ഒരു പ്രശ്നമില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഫില്ലിങ് ആവും. അതേപോലെ ഡിന്നറിന് എല്ലാറ്റിനും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നാൽ വേഗം പരത്തി കഴിയുമല്ലോ ഒന്നിച്ച്. പിന്നെ നിന്ന് കഴിഞ്ഞാൽ വേഗം ചുട്ടെടുക്കാൻ പറ്റും ഒന്നിച്ചിട്ട്. മറ്റേത് ചപ്പാത്തി ഉണ്ടാക്കണ പോലെയല്ല. ചപ്പാത്തി നമുക്ക് ചുടലും പരത്തലും എല്ലാം ഒന്നിച്ച് നടത്തും. പൊറാട്ട നമ്മൾ ഒന്ന് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോവും. പിന്നെ ഡ്രൈ ആയ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ പൊറാട്ടകളും നമുക്ക് പരത്തി എടുക്കാം കേട്ടോ. ഒന്ന് മയത്തിൽ പരത്തണം എന്നുള്ളൂ നോക്കിയിട്ട്. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം പരത്തിയെടുത്തു. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ഇതിൽ ഞാൻ ഇടണത്. നെയ്യാണെന്ന് വെച്ചാൽ നെയ്യ് ഇടാം. ബട്ടറോ നെയ്യോ എന്തായാലും മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അതാണ് ടേസ്റ്റ്. ഓയിലിനെക്കാട്ടിലൊക്കെ ടേസ്റ്റ് അതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് കുട്ടികൾക്കൊക്കെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അതൊന്ന് പിഴിഞ്ഞ് വെക്കലും. പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നീട്ടി പറയണ പോലെ ഒന്നല്ല, എളുപ്പമാണ്. പക്ഷേ നമുക്ക് അവിടെയും ഇവിടെയും പോയി കഴിച്ച് പഞ്ചാബി ഹോട്ടൽസിലൊക്കെ പോയാലേ സാധാരണ മൂലി പൊറാട്ടയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ മുള്ളങ്കിയൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സാധനം. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കൂ, അഭിപ്രായം പറയൂ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് മസാല ഇത് ഫില്ലിങ്ങിൽ ഞാൻ കുറച്ച് പച്ചമുളകും മുളകും പൊടിയൊക്കെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നല്ല എരിവ് വേണം. അപ്പോഴാണ് നമുക്ക് തൈരിനും ഇതിനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് ചപ്പട്ട് മസാല പറയില്ലേ, ആ ഒരു രീതിയിലാവുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു അച്ചാറും പിന്നെ നല്ല കട്ടത്തൈരും കുറച്ച് സാലഡും വെച്ചിട്ടാണ് ചെയ്തിരിക്കണം കേട്ടോ. ഇനി വേണ്ടവർക്ക് പുതിന മല്ലിയിലൊക്കെയുള്ള ചട്നിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എരിവും കുറച്ച് പുളിയോ തൈരൊക്കെ ചേർത്തിട്ടുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇനി ഇതേപോലെയുള്ള നല്ല ഇൻട്രസ്റ്റിങ്ങും നല്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണതുമായിട്ടുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് ഇനിയും വരാം. ഓക്കെ, താങ്ക് യു.